CPM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബിക്ക് AKG സെൻട്രൽ ഉജ്ജ്വല സ്വീകരണം. രാജ്യം ഗുരുതരമായ വെല്ലുവിളി നേരിടുമ്പോൾ കേരളത്തിലെ ഇടത് സർക്കാരിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദേശീയ CPIM-നുണ്ടെന്ന് MA ബേബി പറഞ്ഞു. നവവർഗീയ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുന്നുവെന്നും എമ്പുരാൻ സിനിമയ്ക്കുണ്ടായ അനുഭവം തെളിവാണെന്നും MA ബേബി പറഞ്ഞു. തനിക്കുള്ള സ്വീകരണത്തിൽ കാണിച്ച ആവേശം വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കാണിക്കണമെന്നും MA ബേബി പറഞ്ഞു. നവഫാസിസ്റ്റ് പ്രവണതകൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് നേരെ നടത്തിയ ഏറ്റവും ഹീനമായ കടന്നാക്രമണം. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഇതിനെ അഭിമുഖീകരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിന് ഇന്ത്യയിലെ പാർട്ടി ഒന്നടങ്കം അണിനിരക്കണമെന്നാണ് ഒരു പ്രത്യേക പ്രമേയം അംഗീകരിച്ചു. മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ MA ബേബി ഏതായാലും CPM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. EMS-നും പ്രകാശ് കാരാട്ടിനും ശേഷം ഒരു മലയാളി അമരത്തെത്തുകയാണ് CPM-ന്റെ. തന്റെ പിൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി MA ബേബി നേരിടേണ്ട വെല്ലുവിളികൾ അനവധിയുണ്ട്. ആകെ 10,20,000 അംഗങ്ങളിൽ പകുതിയിലധികവും മലയാളികൾ എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിൽ നിന്ന് 17 പേർ. CIT ഒഴികെ മറ്റെല്ലാ സംഘടനകളുടെയും തലപ്പത്ത് മലയാളികളാണ്. പാർട്ടിക്ക് ആകെ ഭരണമുള്ളത് കേരളത്തിലും. CPM കേരള പാർട്ടിയായി മാറിയോ എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് K അനിൽകുമാർ ആണ് ചേരുന്നത് ഇപ്പോൾ കോട്ടയത്ത് നിന്നും. ശ്രീ K അനിൽകുമാർ, സ്വാഗതം ന്യൂസ് പ്ലസിലേക്ക്. പകുതിയിലധികം പാർട്ടി അംഗങ്ങളിൽ പകുതിയിലധികവും മലയാളികളാണ്. മലയാളിയായിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് MA ബേബി. സ്വാഭാവികമായും അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ പാർട്ടി ഒരു കേരള പാർട്ടിയായി മാറിയോ എന്ന് എന്താണ് മറുപടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരള പാർട്ടിയായി മാറി എന്ന ശങ്കയുള്ളവർ ഇന്നലെ മധുരയിൽ വരെ വന്നാൽ മതിയായിരുന്നു. അവിടുത്തെ നവയൗവനം ചെമ്പട എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചതെന്ന് ഇന്നലെ പ്രവർത്തിച്ചതെന്ന് കണ്ടിരുന്നെങ്കിൽ ആ മധുരയിലെ മൈതാനിയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ആ ഉച്ച തൊട്ട് ആ കടുത്ത വെയിലത്ത് അങ്ങനെയാണ് മൈതാനത്തിരുന്നിരുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ ഇതുപോലെ പകൽ സമയത്തൊരു പരിപാടി ഈ ചൂടത്ത് നടത്താൻ പറ്റുമെന്ന്. അത്രയേറെ ത്യാഗനിർഭരമായിട്ടാണ് തമിഴ്നാട്ടിലെ സഖാക്കൾ പ്രവർത്തിക്കുന്നത് കണ്ടത്. നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ ഇതേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ ആന്ധ്രയിൽ കാണാം. മഹാരാഷ്ട്രത്തിൽ 100 ഗ്രാമപഞ്ചായത്തുകൾ CPM ഒറ്റയ്ക്കാണ് ഭരണം പിടിച്ചിട്ടുള്ളത്. CPM ഒറ്റയ്ക്കാണ്. ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങളിൽ, ജില്ലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒറ്റയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നു, സഹകരണ സ്ഥാപനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയം വരുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയം വരുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദേശീയ പണിമുടക്ക് വന്നാൽ ഞങ്ങളുടെ പൊക്കം കൂടുകയാണ് ചെയ്യുന്നത്. ദേശീയ പണിമുടക്ക് വന്നാൽ കോൺഗ്രസിന് പൊക്കമുണ്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പൊക്കം? മെയ് മാസം 20-ാം തീയതി നമുക്കൊന്ന് നോക്കാം. രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം പണിമുടക്കിയാൽ ചെങ്കൊടിക്കാണോ പ്രസക്തി, അതോ രാഹുൽ ഗാന്ധിയുടെ ത്രിവർണ്ണ പതാകയ്ക്കാണോ പ്രസക്തി? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയാക്കി ചുരുട്ടിക്കെട്ടാനും മൂലയ്ക്ക് കെട്ടാനും ഇന്ന് നടന്ന ശ്രമമല്ല, ഇത് പുതിയതല്ല കേട്ടോ. ലോക ചരിത്രത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൈനയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഇന്ന്, ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. 1930-കളായപ്പോഴത്തേക്കും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യനാൻ എന്ന് പറയുന്നൊരു പ്രദേശത്തേക്ക് ചുരുട്ടിക്കൂട്ടി. 4 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ടായിരുന്ന അവിടെ ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നുതള്ളി 20,000 പേരെ ബാക്കിയുണ്ടായിരുന്നു. അവരുമായിട്ടാണ് ലോങ് മാർച്ച് ആരംഭിച്ചത്. അവിടെയാണ് പിന്നീട് ചൈനീസ് വിപ്ലവം നടന്നത്. ലോകത്തുനിന്ന് തീരുമാനങ്ങളെടുക്കുന്നതിൽ ചെങ്കൊടിയുടെ ശക്തി ചൈന ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അമേരിക്കയെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ലോക രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കാണുന്ന വലതുപക്ഷത്തിന്, ഇന്ന് കാണുന്ന വർഗീയ ശക്തികൾക്ക് അതിജീവിക്കാൻ കഴിയുമോ? ട്രംപ് കാണിക്കുന്ന ഭ്രാന്ത് വെച്ചിട്ട് മോദിക്ക് എത്ര കാലം നമുക്ക് അതിജീവിക്കാൻ കഴിയും? അതുകൊണ്ട് ലോക രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരുന്ന ലോക രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നത്.
അഡ്വക്കേറ്റ് അനിൽകുമാർ, മാറിക്കൊണ്ടിരിക്കുന്ന ലോക രാഷ്ട്രീയം, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലേക്ക് പാർട്ടിയുടെ പ്രസക്തിയെ വന്നാൽ മാറ്റിമറിക്കും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? CPM-ന് ചില കുഴപ്പങ്ങളുണ്ട് എന്നും താങ്കൾ പറഞ്ഞു. എന്താണ് ആ കുഴപ്പം? ഒന്നാമത്, നമ്മുടെ രാജ്യത്തെ ജാതി ബന്ധങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിനകത്ത് ഗ്രാമത്തിലെ ബന്ധങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. പണിമുടക്കിൽ പങ്കെടുക്കുകയും യൂണിയനിൽ പങ്കെടുക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ ധ്രുവീകരിക്കപ്പെടുകയാണ്. വർഗീയ പ്രശ്നങ്ങളിൽ, അതാത് സ്ഥലത്തെ ജാതീയ പ്രശ്നങ്ങളിൽ, കുറേ സ്ഥലങ്ങളിൽ പണമാണ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് നമ്മുടെ ജഡ്ജിമാരൊക്കെ തന്നെ നീതിപൂർവ്വം വിധി എഴുതുന്നത് പോലെയാണ്. ഓരോ ജഡ്ജിമാർ തന്നെ വിധി എഴുതുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു ജഡ്ജിയുടെ വീട്ടിൽ ചെന്നപ്പോഴല്ലേ നോട്ടിൻ്റെ കെട്ടുകൾ കണ്ടത്? അതാണ് ഇന്ത്യ രാജ്യത്തെ ജഡ്ജിമാരുടെ അവസ്ഥ. അപ്പോൾ പിന്നെ ഓരോരുത്തരും ജനവിധി രേഖപ്പെടുത്തുമ്പോൾ ന്യായബോധത്തോടു കൂടി ഭാവിക്ക് വേണ്ടി, ഭാവി നാടിന് വേണ്ടിയാണോ വോട്ട് ചെയ്യുന്നത്? അപ്പോഴത്തെ താല്പര്യം വെച്ച് ജാതിയും മതവും വെച്ച് കളിക്കും മാധ്യമങ്ങൾ. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാണോ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്? രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യരുതെന്ന് ഏതെങ്കിലും മാധ്യമം പറയുമോ? ഒരു മാധ്യമം പറയത്തില്ല. ഇവിടുത്തെ ജനപക്ഷ നിലപാടെടുക്കുന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഏതെങ്കിലും മാധ്യമം പറയുമോ? ഒരു മാധ്യമം പറയത്തില്ല. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ച് എത്ര മാധ്യമം പറഞ്ഞു? അവർ 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തുകയും അതിൻ്റെ ഭാഗമായി കൂട്ടുകച്ചവടം നടത്തുകയും ചെയ്യുന്നവരെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ മകൾ 1.72 കോടി രൂപ അഴിമതി നടത്തിയെന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കും. അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? സമൂഹത്തിനകത്തെ ചെറിയ വൈരുദ്ധ്യങ്ങളെ, താൽക്കാലിക വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കുക. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേ അല്ലിതൊന്നും. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം ഏതെങ്കിലും ഹിന്ദുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണോ? നിങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ആരംഭിച്ചാൽ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തുമോ? അതേസമയം ഇന്ത്യ രാജ്യത്തെ ജന്മിമാരുടെ ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ പ്രചാരണത്തിനും അപ്പുറം CPM-ന്റെ സംഘടനാ സംവിധാനം കൊണ്ട് ഇതിന് മറിച്ച് ഒരു ബദൽ തീർക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വഖഫ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അവിടെ എന്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിനെതിരായ അതിശക്തമായ തൊഴിലാളി സമരത്തിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ ഒരു സമരത്തിന് പോലും എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആശാ വിഷയം വന്നപ്പോൾ ഞാൻ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടു. അതിനും അപ്പുറം എപ്പോഴെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അതിശയിച്ചു പോവുകയാണ്. എവിടെ സമരമില്ലെന്ന് എന്തോർത്താ അതിശയിക്കുന്നത്? ഏത് വിഷയത്തിൽ അതിശയിക്കാനുള്ളത്? വഖഫ് അടക്കമുള്ള വിഷയമുണ്ട്, അതിശയിച്ചു പോയത് കടൽമണൽ ഖനനമുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും എന്താ കാണിക്കുന്നത്? പാർലമെന്റിനകത്ത് ഉള്ള നിലപാടിനും അപ്പുറം എന്തുകൊണ്ട് ശക്തമായി കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കുവാൻ കഴിയുന്നില്ല? ഡൽഹിയിൽ ഒരു സമരം നയിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് കടൽമണൽ ഖനനത്തിനെതിരായിട്ട് ഇന്ത്യ മുഴുവൻ സമരം വേണം. അതിനാരാ നേതൃത്വം കൊടുക്കേണ്ടത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. രാജ്യമാകെ അത്തരമൊരു ഐക്യപ്രസ്ഥാനം ഉണ്ടാക്കേണ്ടതിലേക്ക് ആരാ വരേണ്ടത്? പാർലമെൻറ്റിൽ 100 സീറ്റുള്ളൊരു കൂട്ടരുണ്ടല്ലോ ഇവിടെ. എല്ലാ പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് ഇപ്പോൾ സാധിക്കുമോ? ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഉപയോഗിച്ച് ചെയ്യും. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട. അത് ഇവിടുത്തെ സാധാരണ തൊഴിലാളിക്ക് ഒരു 26,000 രൂപ മിനിമം വേതനം നൽകണം. അസംഘടിത മേഖലയിൽ മിനിമം വേതനം നൽകണം. താൽക്കാലിക തൊഴിലാളി വ്യവസ്ഥ നിർത്തിയിട്ട് അവർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കണം. നിയമനം പൂർത്തീകരിക്കണം തുടങ്ങിയ തൊഴിലാളിയുടെ ആവശ്യം വെച്ചിട്ട് പണിമുടക്ക്. അത് എത്രയോ കാലത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ 6 സംഘടനകളെ ഒരു കുടുക്കീടി കൊണ്ടുവന്ന് പണിമുടക്കീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ചെറിയ കാര്യമാണെന്നാണ് പറയണത്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വഖഫിൻ്റെ വിഷയമാണെങ്കിലും ബാബറി മസ്ജിദിൻ്റെ വിഷയമാണെങ്കിലും ഇപ്പോൾ കത്തോലിക്ക സഭയുടെ സ്വത്ത് പിടിക്കാൻ പോകണു. ഇത്ര ലക്ഷം കോടി രൂപയുടെ സ്വത്ത് അവർക്കുണ്ട്, ഇത്ര പള്ളിക്കൂടമുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ആശുപത്രി അവർക്കുണ്ട്, മിഷണർമാർ അങ്ങനെ ആയിരുന്നു. ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യരുത്. ഈ വർഗീയവൽക്കരണം നടക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിനെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കളരി. ആ കളരിയിൽ ഞങ്ങൾ നടക്കുന്ന യുദ്ധത്തിൽ ഈയിടെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുത്ത ഒരു കൂട്ടായ്മ നടന്ന കണ്ടില്ലേ? UGCക്കെതിരായിട്ട് കേരളത്തിൽ തന്നെ കേരള സർക്കാർ വിളിച്ചു കൂട്ടിയൊരു കൂട്ടായ്മ നിങ്ങൾ കണ്ടില്ലേ?
ഡൽഹി പോയി കേന്ദ്രത്തിന് സമരം നടത്തുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടില്ലേ? എവിടെയാണ് ഇടതുപക്ഷ സമരത്തിൽ അറച്ചു നിൽക്കുന്നത്? പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും ശേഷിക്കും അനുസരണമായിട്ട് ഞങ്ങൾക്ക് നടത്താനാകും. ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് പാർലമെന്റിന് മാത്രമല്ലല്ലോ, പാർലമെന്റിന് പുറത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ ശക്തി ശേഷി കൂട്ടുവാനുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. 34 വർഷം ഭരണത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ പോലും എന്തുകൊണ്ട് മെമ്പർഷിപ്പ് കൂടുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കേരള പാർട്ടി ആയിപ്പോയോ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് അംഗത്വത്തിന്റെ പകുതിയിലധികവും കേരളത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി ക്ഷയിച്ചു പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്ന്, ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി. BJP ആയിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന BJP 33 സീറ്റിലേക്ക് ഒതുങ്ങി. അവിടെ തിപ്രമോത്ത എന്ന് പറഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു തിപ്ര ലാൻഡ് എന്ന് പറഞ്ഞ വാദം ഉന്നയിക്കുന്നവരുമായിട്ട് BJP കൂട്ടുകൂടി ഭരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് തിപ്ര ലാൻഡ് എന്നൊരു പുതിയ രാജ്യം വേണോ? BJP കൂട്ടുകൂടിയിരിക്കുകയാണ്. ഈ വിഘടന ശക്തികളുമായി കൂട്ടുകൂടുമ്പോൾ താൽക്കാലികമായിട്ട് അവർക്ക് മേൽക്കൈ വരും. ആദിവാസികൾക്കിടയിൽ വ്യാമോഹം ഉണ്ടാവും. അത് വളരെ വേഗം കെട്ടടങ്ങും. ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് ത്രിപുരയിൽ CPM-ൻ്റെ ശക്തി ഒലിച്ചു പോയില്ല എന്ന് നമുക്ക് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2015 നിങ്ങളൊരു 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നൊരു റാലി കണ്ടത് ബോംബെയിലേക്ക് ചെങ്കൊടി പിടിച്ചുകൊണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടിക്ക് നടത്താൻ പറ്റുമോ? ഞങ്ങളെ ഒരു കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നൊരു പാർട്ടിയാണ് എന്ന ആഖ്യാനം ഉണ്ടാക്കുന്നവർക്ക് ഒരു മറുപടി ഞാൻ പറയാം. തമിഴ്നാട്ടിലേക്ക് പോയാൽ സാംസങ് തൊഴിലാളികളുടെ ഒരു സമരം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇലക്ട്രിസിറ്റി തൊഴിലാളികളുടെ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെതായ പണിമുടക്കുണ്ടായിരുന്നു. ചാണ്ടികൾ നടന്ന സമരം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ അവിടുത്തെ IT തൊഴിലാളികൾ നടത്തുന്ന CIT നടക്കുന്ന സമരം. ഇവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട്, പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ സമരങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നും ഇതിന്റെ കേരളത്തിലും നിരവധി തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, നിരവധി ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ എതിരെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ബംഗാൾ പറയട്ടെ, പറഞ്ഞോളൂ. ബംഗാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ചോദിച്ചതിനും കൂടെ ഉത്തരം പറയാം. ഈ കേരളത്തിൽ തൊഴിൽ പീഡനം അത് അങ്ങ് നമ്മൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ. എന്താ കാരണം? അന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീ മരിച്ചു. തൊഴിലിടത്തിലെ സമ്മർദ്ദം മൂലമാണ് മരിച്ചത്. സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അവർക്ക് ടാർഗറ്റ് കൊടുക്കുന്നത് അവരുടെ മുതലാളിയാണ്. അവർ വർക്ക് ഫ്രം ഹോമാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലാണ് ജോലി ചെയ്യുന്നത്, ഓൺലൈനിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ. ഇതൊരു മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രശ്നമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിലല്ല, സാർവദേശീയമായി ഏകീകരിക്കപ്പെട്ട ഒരു ആഗോളവൽക്കരണ കാലത്തെ IT അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വീട്ടിലുള്ള വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആളുകൾ. അവർ ഒരേ സമയം ഇത് അനുഭവിക്കുന്നുള്ള പ്രശ്നമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ശരിയാണ്. ഞങ്ങൾ കൊടിയായിട്ട് നടക്കുമ്പോൾ ഇവന്മാരി കൊടി ഇല്ലാതെയാക്കിയാൽ നാട് രക്ഷപ്പെടും എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് അന്നയുടെ രക്തസാക്ഷിത്വം. ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുറത്തു വന്ന സംഭവം. ബംഗാളുമായി ബന്ധപ്പെട്ട് എന്താ മനസ്സിലാക്കിയത്? ബംഗാളിൽ വർഗീയവൽക്കരണം പുതിയ സംഭവമാണ്. 1905 ബംഗാൾ ഉപധനം എങ്ങനെ ഉപയോഗിച്ചത്? മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളും. അതിനുശേഷം സംഭവിച്ചെന്താ? ഇന്ത്യ ഉപധനം. സ്വാഭാവികമായി ബംഗാളുമായി ബന്ധപ്പെട്ടൊരു വർഗീയവൽക്കരണ അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ 1,60,000 പേര് മരിച്ചത് അതിൻ്റെ നടുക്കാണ്. അത്ര ആളുകൾ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഇന്ത്യൻ അതിർത്തിയിൽ. അപ്പോൾ അവിടെ എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? മമതാ ബാനർജിയും BJP-യും കൂടെ ഒരു വ്യാജ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാമനവമി എന്ന് പറഞ്ഞാൽ വർഗീയ കലാപം. ഇപ്പോൾ ഞങ്ങൾ രക്ഷിച്ചോളാന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്. ആളുകൾ വർഗീയവൽക്കരിച്ച് 2 കൊമ്പത്ത് കയറി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ശക്തിപ്പെടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ആഗ്രഹിക്കാതെ യുദ്ധം ചെയ്യുകയും പോരടിക്കുകയും ചെയ്യുന്ന വ്യാജ ഹിന്ദുത്വ രാഷ്ട്രീയം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന് പൊരുകുന്ന വേറെ ഏത് പാർട്ടി രാജ്യത്തുണ്ട്? നന്ദി. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, വളരെയധികം നന്ദി ഏതായാലും ഈ സംവാദത്തിൽ പങ്കെടുത്തതിന്.